ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോഴത്തെ കാലത്ത് പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അകാല നര എന്ന് പറയുമ്പോൾ അല്ലേ. പ്രായമാവേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ കുട്ടികളിൽ പോലും ഈ ഒരു നര പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ അതിനൊന്ന് മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡൈ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പലർക്കും ഈ ഒരു ഡൈ പല അലർജികളും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നാച്ചുറലായിട്ടുള്ള ഡൈകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ തന്നെ ഉള്ള പല സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഡൈ ഉണ്ടാക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഡൈ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് കാണിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ മൈലാഞ്ചിയാണ്. നമ്മൾ നാട്ടിൻപുറത്ത് പല വീടുകളിലും ഈ ഒരു മൈലാഞ്ചി സുലഭമായി തന്നെ ഉണ്ടല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഒടിച്ചെടുത്തിട്ട് നിഴലിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുക. അധികം കാലമൊന്നും ഉണക്കേണ്ട കാര്യമില്ല. ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്കും അത് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് വയണയിലയാണ്. വയണയില നമ്മുടെ ഹെയറിന് നല്ല ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതൊന്നും വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തില്ല. നമ്മൾ വെട്ടിയിട്ട് വയ്ക്കുമ്പോൾ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് തനിയെ അത് ഉണങ്ങി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വയനയില പൊടിപ്പിച്ചപ്പോഴത്തേക്കും അതിൻ്റെ തരിയൊക്കെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊത്താണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഞവരയില, അതായത് പനിക്കൂർക്കയെ കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളാകുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്ക് യാതൊരു കുഴപ്പങ്ങൾ, സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പനിക്കൂർക്ക ആകുമ്പോഴത്തേക്ക് നമുക്ക് ജലദോഷത്തിനും ചുമക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ തല തേച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് ജലദോഷത്തിലോട്ട് വഴി മാറുകയില്ല. നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളത് അരച്ചെടുത്തിട്ട് വന്ന ഈ പനിക്കൂർക്കയുടെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ പനിക്കൂർക്കയിൽ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളമൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. കുറേശ്ശേനിട്ട് അരച്ചെടുത്താൽ കേട്ടോ, ബാക്കിയും കൂടെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേയില വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു 3 സ്പൂണോളം തേയില, കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ നമ്മൾ തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഞാൻ അത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ഗ്ലാസ് വെച്ചിട്ട് മാക്സിമം 1/2 ഗ്ലാസ് വരെ ഞാൻ തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ഇതൊക്കെ എല്ലാം അരിച്ച് എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും പിഴിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി പൊടിച്ചതും വയനയില പൊടിച്ചത് പ്രത്യേകമായിട്ട് ഞാൻ ഒരു ഡപ്പയിലാക്കി ആണ് വച്ചേക്കുന്നത്. നമ്മുടെ ഇരുമ്പ് പാത്രത്തിലാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇരുമ്പ് പാത്രം ഞാൻ അടുപ്പത്താണ് വച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായത് കൊണ്ട് നമ്മൾ പനിക്കൂർക്കയുടെ നീരാണ് ഞാൻ ആദ്യമേ ഒഴിച്ചു കൊടുത്തത്. അതിലോട്ട് നമ്മൾ തേയില വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഓരോരോ പൊടിയായിട്ട് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മൾ ആ മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടികളെല്ലാം തന്നെ ഒന്ന് അരിപ്പ് കൊണ്ട് നല്ലതുപോലെ അരിച്ചെടുക്കുക. കാരണം അതിൽ തരി ഉണ്ടായാൽ നമ്മളെ മുടിയിലത് പറ്റിപ്പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം തരിയായിട്ട് ആകുമ്പോഴത്തേക്കും അതിന് പൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കും. നമ്മളെ മുടിയിൽ അതൊന്ന് ഫിറ്റ് ചെയ്തിരുന്നാൽ തന്നെ നമുക്കത് നമ്മളെ മുടിയിൽ അതിൻ്റെ ആ ഒരു സത്തൊക്കെ വന്നിട്ട് നമുക്ക് ഹെയറിൽ ആ ഒരു മാറ്റം വരുത്തത്തുള്ളൂ, നിറത്തിലൊക്കെ മാറ്റം വരുത്തുള്ളൂ. അപ്പം തരിതരിപ്പ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനത് നമ്മൾ മൈലാഞ്ചി ഇലയും എല്ലാം ഇട്ടിട്ട് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇരുമ്പ് പാത്രം തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി വന്ന നമ്മുടെ തേയില വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കട്ടെ. കുറച്ച് സമയം ഇരുമ്പ് പാത്രത്തിൽ കിടന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വേണ്ട, നല്ലതായിട്ട് തന്നെ അത് കുറുവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ആ ഇരുമ്പ് പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ അത് ബാക്കി ഡ്രൈ ആയി കിട്ടിക്കോളും. വേണ്ടോ, നല്ല പോലെ തന്നെ ബ്ലാക്ക് കളറായി തന്നെ നമ്മളെ കൈ പറ്റിയിട്ടുണ്ട്. ഞാനത് എടുത്തപ്പോൾ ഉള്ള ഒരിതാണ്. വെച്ച് ഡൈ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് അടുത്ത ദിവസമാണ്. ബ്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിതൊന്ന് മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ പനിക്കൂർക്കയുടെ നീരിലോട്ട് ഈ പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തേയില വെള്ളം കൂടി ഒഴിച്ച് നല്ല ലൂസാക്കിയതിന് ശേഷം നമ്മൾ അരിപ്പ് കൊണ്ട് അരിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഇതേപോലെ ഒന്ന്
കുറുക്കിയെടുത്താലും മതി. ഇപ്പോൾ തന്നെ ഞാൻ ഈ 2 രീതിയിലും ചെയ്ത് കൊടുത്തായിരുന്നു. ആദ്യം നമ്മൾ മറ്റേ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ടൈമിൽ കുറച്ച് തരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, തരിപ്പില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും നമ്മളെ മുടിയിൽ അതൊന്ന് പറ്റിപ്പിടിച്ചിരിക്കത്തുള്ളൂ. തരിപ്പാണെങ്കിൽ അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പൊഴിഞ്ഞങ്ങ് വീണ് പോകും. അപ്പോൾ നമ്മളെ മുടിയിൽ അത് എഫക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നേരം നമ്മളെ മുടി വെച്ചേക്കുക. അതിന് ശേഷം മാത്രം കഴുകിക്കളയും. ഷാമ്പൂ വാഷ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഹെയർ ഡയറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.